കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ശക്തമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് വളരെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കാനായിട്ട് കഴിയുന്നില്ല. കൂടുതൽ പേർക്കും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ചില വ്യക്തികൾ നിങ്ങളെ ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം അവർ മറ്റ് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുവഴി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും വളരെയധികം അവർ ശ്രമിച്ചു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം അത് ഡ്രോപ്പ് ആയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ അതുവഴി നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും അവർക്ക് ഒന്നൊന്നായി നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. എത്ര തന്നെ നിങ്ങളിൽ നിന്നും അകലാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഡെപ്ത് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് പോലും ആ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉള്ള ഒപ്പോസിഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുമാകാം. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിലുള്ള എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോവില്ല എന്ന് വരെ നിങ്ങൾക്ക് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള ഹാപ്പി മൊമെന്റ്സിൽ അവർ ഒരുപാട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ടാവാം എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു തോന്നൽ വരുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ ഏത് സിറ്റുവേഷൻ അല്ലെങ്കിൽ എത്ര തന്നെ വലിയ വലിയ കാര്യങ്ങൾ ആ പേഴ്സൻ്റെ ലൈഫിൽ വന്നു പോയിരുന്നാലും നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരിക്കലും മറക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളൊരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സൺ കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ അല്ലെങ്കിൽ ഒത്തിരി കൂടി നന്നായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി. ഓക്കെ, ഇവിടെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു സെപ്പറേഷനിലാണ്. ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. മേ ബി ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതിൽ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഈ ഒരു സമയത്ത് വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് ഇവിടെ 3 ഓഫ് സോർഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസിലാണ്. നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണം, നിങ്ങളുമായിട്ടൊരു മാരേജ് ലൈഫ് ആ വ്യക്തിക്ക് വേണം എന്ന് ആ വ്യക്തി ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ എത്രയും വേഗം പോസിബിൾ ആവുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്കുള്ളത് വളരെ ഒരു ഡീപ്പ് സോൾ ബോണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പിരിയാൻ കഴിയില്ല. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ വളരെയധികം ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലോട്ട് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ ശക്തമായിട്ട് തിരികെ വരണമെന്നാണ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. മേ ബി നിങ്ങളിൽ പലരും ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സ്പിരിച്വൽ പാത്തിലാണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേണിയിലാണ് എന്നിവിടെ വ്യക്തമാവുന്നുണ്ട്. കൂടുതൽ പേർക്കും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. ചില പേർക്ക് ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്.
അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. വളരെയധികം പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും നിറഞ്ഞ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. വളരെ ശക്തമായിട്ടുള്ള രണ്ട് തീരുമാനങ്ങൾക്കിടയിൽ ആ വ്യക്തി വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. എന്ത് ഡിസിഷനാണ് ഈ ഒരു സമയത്ത് എടുക്കേണ്ടത് എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തവണ്ണം, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി മൂവ് ഓൺ ചെയ്യണമോ, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യണമോ എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നും ആ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്കില്ല. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു യൂണിവേഴ്സ് മെസ്സേജ് എന്ന വണ്ണം ഇവിടെ കാണുന്നത്, നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് കാര്യമാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. വളരെ പോസിറ്റീവായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വലി ഒരു ചേഞ്ച് നിങ്ങളിൽ വരുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളോട് വളരെ ശക്തമായ ഒരു പ്രണയം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അത്തരം ഒരു പ്രണയം എത്രത്തോളമാണെന്നുള്ളത് ആ വ്യക്തി എക്സ്പ്രസ് ചെയ്തിട്ടില്ല. എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് ഇല്ലാത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. പല സമയത്തും ആ വ്യക്തി നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങളെ അവഗണിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. യെസ്, വീണ്ടും നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജ് ആണ് ഇവിടെ ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളിൽ പലരും ഇത്തരം ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം. പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ എഴുതി ഒരു 21 ഡേയ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്.